ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂണ് കറിയാണ്. അതിനുവേണ്ടി ആവശ്യത്തിന് കൂണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കണം. ഇപ്പോൾ കൂണിൽ എന്തെങ്കിലും പ്രാണി, പുഴുവൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി വന്നോളും. വിഷാംശമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ കൂണിൻ്റെ കളർ മാറും. കൂൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് കറിയിലേക്ക് ആവശ്യത്തിന് ചേർക്കാനുള്ള സവാള അരിഞ്ഞത്, തക്കാളി, ഇനി ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ എടുത്ത് വയ്ക്കണം. എന്നിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. സവാള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് വഴന്നു വന്നു. ഇനി അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് പൊടി ഒക്കെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂൺ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കൂൺ ചൂടായി വന്നു കഴിയുമ്പോൾ കൂണിലുള്ള വെള്ളം കൊണ്ട് തന്നെ കറിക്ക് ആവശ്യമുള്ള വെള്ളം ആയിക്കോളും. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള കൂണ് കറി റെഡിയായി കഴിഞ്ഞു.